മറ്റുള്ളവരുടെ വേദന ഏറ്റവും നന്നായി മനസ്സിലാക്കാൻ കഴിയുന്നവരാണ് കലാകാരന്മാർ. ഖത്തറിലെ മലയാളി ദമ്പതികളുടെ മകൾക്ക് മരുന്നെത്തിക്കാൻ നാടൊന്നാകെ പരിശ്രമിക്കുന്ന കാഴ്ച അവർക്ക് കാണാതിരിക്കാൻ കഴിയില്ല. മൽക്ക റോഹി എന്ന കൊച്ചുകുട്ടിയുടെ ജീവിതത്തിന് നിറം പകരാൻ നിറക്കൂട്ടുകളുമായി 30ഓളം ചിത്രകാരന്മാർ ഒരുമിച്ചപ്പോൾ വിരിഞ്ഞത് സ്നേഹത്തിന്റെയും സൗന്ദര്യത്തിന്റെയും വർണ്ണപ്രപഞ്ചമാണ്. ഈ ദൗത്യത്തിനായി 1 കോടിയിലേറെ റിയാൽ ശേഖരിക്കുന്ന ഖത്തർ ചാരിറ്റിയുടെ പരിശ്രമത്തിനൊപ്പം നിൽക്കാൻ സംസ്കൃതി ഖത്തർ എന്ന പ്രവാസി കൂട്ടായ്മയാണ് ചിത്ര പ്രദർശനവും വിൽപ്പനയും സംഘടിപ്പിച്ചത്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും 30ഓളം പ്രവാസി കലാകാരന്മാരുടെ 100-ൽ പരം ചിത്രങ്ങളാണ് കാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായത്. ഫിലിപ്പീനി കലാകാരിയുടെ ചിത്രങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നു. വിവിധ രാജ്യക്കാർ ഉൾപ്പെടെ 500-ലധികം പേരാണ് പ്രദർശനം കാണാൻ ICC അശോക ഹാളിൽ എത്തിയത്. വലിയ തുകകൾക്കാണ് ചിത്രങ്ങൾ വിറ്റുപോയത്. കൂടാതെ ലൈവായി ചിത്രങ്ങൾ വരച്ചു നൽകാൻ സൗകര്യവും ഒരുക്കിയിരുന്നു. വിവിധ ശൈലി പിന്തുടരുന്ന 30ഓളം കലാകാരന്മാരുടെ ചിത്രങ്ങൾ ഒരുമിച്ച് പ്രദർശിപ്പിച്ചപ്പോൾ ആസ്വാദകർക്കും ഹൃദ്യ അനുഭവമായി. പ്രദർശനത്തിൽ നിന്ന് സമാഹരിച്ച തുക ഉടൻ തന്നെ ഖത്തർ ചാരിറ്റി അധികാരികൾക്ക് കൈമാറുമെന്നാണ് സംസ്കൃതി ഖത്തർ ഭാരവാഹികൾ അറിയിച്ചിരിക്കുന്നത്. ഏകദേശം 26 കോടി രൂപയോളം വില വരുന്ന സോൾജൻസ്മ എന്ന ജീൻ തെറാപ്പി മരുന്ന് എത്തിച്ച് ഏറ്റവും വേഗത്തിൽ ചികിത്സ നൽകിയാൽ മാത്രമേ 6 മാസം മാത്രം പ്രായമുള്ള മൽക്ക രോഗത്തെ അതിജീവിച്ച് ജീവിതത്തിലേക്ക് തിരികെ എത്തുകയുള്ളൂ. ഈ ഘട്ടത്തിലാണ് രാജ്യത്തെ ഏറ്റവും വലിയ ജീവകാരുണ്യ വിഭാഗമായ ഖത്തർ ചാരിറ്റി തങ്ങളുടെ ധനശേഖരണ പട്ടികയിൽ മൽക്കയുടെ ചികിത്സയും ഉൾപ്പെടുത്തി ക്യാമ്പയിൻ ആരംഭിച്ചത്. ബിരിയാണി ചലഞ്ച് നടത്തിയും വിവിധ കലാപരിപാടികളിലൂടെ ധനസമാഹരണം നടത്തിയും കുടുക്ക പൊട്ടിച്ചും ക്യാമ്പയിൻ ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണ്. കുഞ്ഞു മൽക്കയുടെ ജീവൻ രക്ഷിക്കാൻ നന്മയുടെ നിറക്കൂട്ടുമായി ഒത്തുചേർന്ന ഈ കലാകാരന്മാർക്ക് കൈയടിക്കണം. ഈ കരുതലിനും ഒപ്പം അവരുടെ കരവിരുതിനും.